അല്ല, തീർച്ചയായിട്ടും പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ലെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു വേദിയിലും പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അക്കാര്യത്തിലൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല. കാരണം പാർട്ടിയും സസ്പെൻഡ് ചെയ്താൽ പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ പങ്കെടുക്കാനേ പറ്റില്ല. ഇപ്പം അല്ല, പാർട്ടി ഔദ്യോഗിക വേദികളിൽ പങ്കെടുത്തോ എനിക്കറിയില്ല. പാലക്കാട് ഏതൊക്കെ വേദികളിലാണ് അദ്ദേഹം പങ്കെടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ പാർട്ടി വേദികളിൽ പങ്കെടുക്കാൻ പാടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടല്ല, ആർക്കെതിരായിട്ടായാലും ഇത്തരം ആരോപണങ്ങൾ വരുന്നത് വലിയ വാർത്തകൾ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നിയമപരമായി തന്നെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഇപ്പോൾ പരാതി പറയുമ്പോൾ ആ പരാതി നമ്മുടെ ഒരു ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്ത് പരാതി കൊടുത്ത് അത് അന്വേഷണം നടത്തി ആ ഒരു നിജസ്ഥിതി ബോധ്യപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ എവിഡൻസ് തെളിവുകൾ ലഭ്യമായി ബോധ്യപ്പെടുന്നത് വരെ നമുക്ക് ഒരാളിനെ കുറ്റവാളിയായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ വന്നിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ അതിൽ രാഹുൽ അല്ല എന്ന് സ്ഥാപിക്കാൻ തക്കത് ഒരു ന്യായീകരണത്തിലേക്ക് അത് എത്തുന്നുണ്ടോ? അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു ജനപ്രതിനിധിയാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും ജനമനസ്സുകളെ ഇളക്കാൻ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പോരായ്മകളോ വീഴ്ചകളോ ഗുരുതരമായ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നിയമപരമായിട്ടാണ് പരിശോധിക്കേണ്ടത്. ഞാനും നിങ്ങളും അതിൻ്റെ വിധി പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ അഭിപ്രായം, സർക്കാരിന് ഈ കാര്യത്തിൽ അന്വേഷണം നടത്താം, പരാതി പരിശോധിക്കാം, അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാം, നീതിയുക്തമായിട്ടുള്ള നിലപാടുകൾ സർക്കാർ സംവിധാനം കൈക്കൊള്ളട്ടെ. കേസെടുത്ത സ്ഥിതിക്ക് MLA സ്ഥാനം രാജിവെക്കലല്ലേ ഒരു ധാർമ്മികമായി ഉചിതം? അല്ല, കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇമ്മീഡിയറ്റായിട്ട് നടപടിയെടുത്തു. പണ്ടൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്ന്. പക്ഷേ ആ സസ്പെൻഡ് ചെയ്ത ആളാണ് പാലക്കാട് അടക്കം പ്രചാരണത്തിനെത്തുന്നു, പാർട്ടി വേദികളിൽ സജീവമാകുന്നു. അത് ഒഴിവാക്കാമായിരുന്നില്ലേ പാർട്ടിക്ക്? അല്ല, തീർച്ചയായിട്ടും പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിലൊന്നും അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ലെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു വേദിയിലും പങ്കെടുക്കാൻ പാടില്ല. അങ്ങനെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അക്കാര്യത്തിലൊന്നും വ്യത്യസ്ത അഭിപ്രായമില്ല. കാരണം പാർട്ടിയും സസ്പെൻഡ് ചെയ്താൽ പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ പങ്കെടുക്കാനേ പറ്റില്ല. അല്ല, പാർട്ടി ഔദ്യോഗിക വേദികളിൽ പങ്കെടുത്തോ എനിക്കറിയില്ല. പാലക്കാട് ഏതൊക്കെ വേദികളിലാണ് അദ്ദേഹം പങ്കെടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ പാർട്ടി വേദികളിൽ പങ്കെടുക്കാൻ പാടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കും മുന്നണിക്കും ഒരു ദോഷം ചെയ്യില്ല? അല്ല, അതങ്ങനെ ഇപ്പം നമുക്ക് ഒരു പാർട്ടിയിലെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന, എല്ലാവരും പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പേരിൽ ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ മറുപടി പാർട്ടിയും പറയേണ്ടതായിട്ടുണ്ട്. അതിന് സംശയമൊന്നുമില്ല. ഇപ്പോൾ ഏത് പാർട്ടി ആയാലും ശരി, ഇപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും അവരിൽ പെട്ട ആളുകൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ CPMൻ്റെ എത്ര പേരുടെ പേരിൽ ആരോപണങ്ങൾ വന്നു, അതൊക്കെ ആ പാർട്ടിയെയും ബാധിക്കും. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് ആവശ്യം എന്താണ്? ജനാധിപത്യത്തിൽ ഒരു അധികാരം കിട്ടുന്ന ഗവൺമെൻറ്റാണ് ഇതുപോലുള്ള പരാതികൾ കൃത്യമായി പരിശോധിച്ച് അതിനു വേണ്ട തെളിവുകൾ രേഖപ്പെടുത്തി ശിക്ഷ വിധിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അതിന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത. അന്വേഷണം ആരംഭിക്കട്ടെ, കൃത്യമായി നടപ്പാക്കട്ടെ. ഈ സഹോദരിമാർ അല്ലെങ്കിൽ ഈ കുട്ടികൾ, ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളുടെ പ്രായമുള്ള കുട്ടികളായിരിക്കും, അവരൊക്കെ ഈ കാര്യങ്ങൾ തുറന്നു പറയട്ടെ, തെളിവുകൾ കൊടുക്കട്ടെ. അതല്ലാതെ നമുക്കതിനു മുമ്പ് പ്രഖ്യാപിക്കാൻ കഴിയുമോ?